എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഈ പുതിയ വർഷത്തിലെ ആദ്യത്തെ വീഡിയോ ആണിത്. അപ്പോൾ പിന്നെ അതൊരു മധുരമുള്ള വീഡിയോ തന്നെ ആവട്ടെ എന്ന് കരുതി, അതുകൊണ്ടാണ് കേക്ക് വീഡിയോ ആയിട്ട് വന്നത്. അപ്പോൾ ഇന്ന് ഈ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സന്തോഷങ്ങളും സമാധാനവും ഒക്കെ നിറഞ്ഞ വർഷമാവട്ടെ, ഈ ഒരു പുതിയ വർഷം ആശംസിക്കുന്നു. ഇനി നമുക്ക് വീഡിയോയിൽ എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഓവനോ ബീറ്ററോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. എല്ലാവരുടെയും വീട്ടിലുണ്ടാകുന്ന ഒരു ഫോർക്കാണ് ഞാനിന്ന് മുട്ടയൊക്കെ ബീറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. അതുപോലെ തന്നെ വിപ്പിംഗ് ക്രീം ഉണ്ടാക്കാനും ചിലർക്ക് അറിയില്ല, പിന്നെ ബീറ്റർ ഇല്ലാത്തതിൻ്റെ പേരിൽ ഉണ്ടാക്കാണ്ടും ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് മിക്സിയിലാണ് ഇന്ന് ഞാനിപ്പോൾ നമ്മുടെ ക്രീം ബീറ്റ് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഹെൽപ്ഫുള്ളാവും. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണുക. പിന്നെ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം. ആദ്യത്തെ സ്റ്റെപ്പായിട്ട് കേക്ക് ബേക്ക് ചെയ്യുന്നത് ഏത് പാത്രത്തിലാണോ ആ പാത്രം ഒന്ന് നന്നായിട്ട് ഓയിൽ തടവിയിട്ട് പിന്നെ ഇതുപോലൊരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കുക. ബട്ടർ പേപ്പർ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ പ്രാർത്ഥനാസ് വേൾഡിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കണ്ടു നോക്കുക കേട്ടോ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ഇനി നമുക്ക് ഈ പാത്രം അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ആദ്യം ഇതുപോലൊരു പാത്രം വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ടൊരു അരിപ്പ് വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1.5 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഈ 1.5 കപ്പ് മൈദ ഇട്ടതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ മൈദ എടുത്ത് മാറ്റണം. എന്നിട്ട് അവിടേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ്. കേക്ക് നല്ല സോഫ്റ്റായിട്ട് വരാനും നല്ലൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ പാൽപ്പൊടി ഇല്ലെങ്കിൽ വിഷമിക്കൊന്നും വേണ്ട, ആ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. എന്നിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. ഇനി ഇതും കൂടി ഇട്ടിട്ട് ഞാനിത് എല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്യുകയാണ്. എന്നിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. ഒരു 3 തവണയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ഇട്ടിട്ട് അരിച്ചു കൊടുക്കുക. ആ ഒരു സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേക്ക് സോഫ്റ്റായിട്ട് വരുന്നതിൽ. എന്നാലേ കറക്റ്റായിട്ട് നന്നായിട്ട് പൊങ്ങി നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് കേക്ക് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് ആരും അരിക്കാണ്ടിരിക്കരുത് കേട്ടോ. അടുത്ത സ്റ്റെപ്പ് നമുക്ക് ഈ മുട്ടേനെ ഒന്ന് പതപ്പിച്ചെടുക്കണം. ഞാൻ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മളിപ്പോൾ പതപ്പിച്ചെടുക്കുന്നത് ഇതുപോലത്തെ ഒരു ഫോർക്ക് വെച്ചിട്ടാണ്. ഈ പാത്രത്തിലോ അതുപോലെ ഫോർക്കിലോ ഒന്നും ഒട്ടും വെള്ളം പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് പതുക്കെ സ്പീഡ് കുറച്ചിട്ട് പിന്നെ കൂട്ടി നമ്മൾ കൈ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് നന്നായിട്ട് ഇങ്ങനെ പതപ്പിച്ചെടുക്കുക. ചെറുതായിട്ടൊന്ന് പതഞ്ഞിങ്ങനെ വരുമ്പോൾ നമുക്ക് പഞ്ചസാര കുറേശ്ശെയായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു 1.25 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കുന്നത്. അത് കുറേശ്ശെ ഇട്ടിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. നന്നായിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഒരു ബാച്ചിൽ ഇട്ട് കഴിയുമ്പോൾ അത് അലിഞ്ഞ ശേഷം അടുത്ത പഞ്ചസാര ഇടുക. അങ്ങനെ ഫുള്ളായിട്ട് അലിഞ്ഞ് ഇതിൽ ചേരണം. നല്ല സ്പീഡിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു 10 മിനിറ്റ് ടോട്ടൽ എടുക്കും എന്തായാലും. അപ്പോൾ നന്നായിട്ട് പതഞ്ഞ് വരും. അപ്പോൾ ഇടയ്ക്കൊന്ന് കൈ കഴിക്കുകയാണെങ്കിൽ നിർത്തിയിട്ട് ചെയ്യുക. പക്ഷേ നമ്മൾ മിക്സിയിൽ അടിച്ചിട്ട് ചെയ്യുന്നതിനേക്കാളും നന്നായിട്ട് കേക്ക് കിട്ടുന്നത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ്. ഇതിൻ്റെ ഇടയിൽ നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. അപ്പോൾ അത് ഞാൻ വിട്ടുപോയതാണ് പറയാനായിട്ട്. അങ്ങനെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കണ്ടോ, ആ ഒരു മഞ്ഞ കളറൊക്കെ പോയി ഒരു വെള്ള ഷെയ്ഡിലോട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് ഇങ്ങനെ പതഞ്ഞ് കിട്ടും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഉണ്ടെങ്കിൽ പിന്നെ ഈസി ആയിട്ട് ബീറ്റർ വെച്ച് തന്നെ ചെയ്യാം. ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കൈ കൊണ്ട് ഇങ്ങനെ ഫോർക്ക് വെച്ച് ചെയ്ത് കാണിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/4 കപ്പ് വെജിറ്റബിൾ ഓയിലാണ്. ഞാനിവിടെ ചേർക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഉരുക്കിയതുണ്ടെങ്കിൽ അതായാലും മതി, കൂടുതൽ ടേസ്റ്റ് കൂടെയുള്ളൂ അങ്ങനെ ചെയ്യുമ്പോൾ. പിന്നെ വെളിച്ചെണ്ണ ചേർക്കണ്ട കേട്ടോ. അപ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കില്ല. വെളിച്ചെണ്ണയുടെ സ്മെല്ല് നമുക്കിങ്ങനെ മുന്നിട്ട് നിൽക്കും. സ്മെല്ലില്ലാത്ത ഏത് ഓയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇത് ചേർത്ത ശേഷം അധികം ഓവർ മിക്സ് ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് യോജിച്ച് കിട്ടിയാൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള മൈദയുടെ മിക്സില്ലേ, അതാണ്. അത് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ആ ഫോർക്ക് കൊണ്ട് തന്നെ മിക്സ് ചെയ്യുക. ഓവർ മിക്സ് ആവരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. കുറേശ്ശെ ഇങ്ങനെ പതുക്കെ ആ ഒരു മുട്ടയുടെ പതയൊന്നും നഷ്ടപ്പെടാതെ പതുക്കെ ഒരേ സൈഡിലേക്ക് ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുക കേട്ടോ. ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഞാൻ എടുത്തു വെച്ചിട്ടുള്ള 1/4 കപ്പ് പാല് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ടൈറ്റ് ആകുമ്പോൾ മാവ് കുറച്ചിങ്ങനെ ആക്കി വരുമ്പോൾ ടൈറ്റ് എന്തായാലും ഫീൽ ചെയ്യും. അപ്പോൾ കുറച്ച് പാല് ചേർക്കുക, പിന്നെ പൊടി ഇടുക, പിന്നെ ടൈറ്റ് ആകുമ്പോൾ വീണ്ടും പാല്. അങ്ങനെ മൊത്തം ഒരു 1/4 കപ്പ് പാലാണ് എനിക്കിപ്പോൾ ആവശ്യമായിട്ട് വന്നത്.
പിന്നെ ഇതിലേക്ക് ഒരു കാര്യം കൂടി ചേർക്കണം. ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ പതഞ്ഞ് വരും. അതും കൂടി ഇതിലൊന്ന് ചേർത്തിട്ട് ഇളക്കണം കേട്ടോ. ആ ഒരു വീഡിയോ പീസ് ഇതിൽ നിന്ന് മിസ്സായിപ്പോയി. നിങ്ങളെല്ലാവരും ഒന്ന് ക്ഷമിക്കണം, അതുകൊണ്ടാണ് ഇതിപ്പോൾ കാണിക്കാത്തത്. ഞാനിതിൽ അതും കൂടെ മിക്സ് ചെയ്ത് ലാസ്റ്റ് ചേർത്തിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മൾ എല്ലാം കൂടി ഇങ്ങനെ മിക്സ് ചെയ്തൊന്ന് ഇളക്കുന്നത്. വിനാഗിരി ചേർക്കുമ്പോൾ കേക്ക് നല്ല സോഫ്റ്റ് ആവും, പിന്നെ മുട്ടയുടെ മണം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് കേട്ടോ നമ്മളത് ചേർക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഏത് പാത്രത്തിലാണോ കേക്ക് ബേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രം ഒരു 5 മിനിറ്റ് നല്ല മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ചൂടാക്കി വെക്കുക. എന്നിട്ട് ഇത് തയ്യാറാകുമ്പോൾ നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ അത് ആരും മറക്കരുത്. ഇനി ഈ മാവ് നമുക്ക് ഈ പാത്രത്തിലോട്ട് ഒഴിക്കാം. എന്നിട്ട് ഇങ്ങനെ പതുക്കെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എയർ ബബിൾസൊക്കെ ഫുള്ളായിട്ട് പോകട്ടെ. ഒരു 5 മിനിറ്റാണ് ഞാനിതിപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ചൂടാക്കിയത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ കേക്കിൻ്റെ പാത്രം വെച്ചിട്ട് നന്നായിട്ട് അടച്ചു കൊടുക്കാം. മൂടി നന്നായിട്ട് അടഞ്ഞിരിക്കണം, ഒട്ടും ആവിയൊന്നും പുറത്ത് പോവരുത്. എന്തെങ്കിലും ഒരു വെയിറ്റ് വേണമെങ്കിൽ മുകളിൽ ഇട്ട് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് ആദ്യത്തെ 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും പിന്നെ നിങ്ങളുടെ സ്റ്റൗവിൻ്റെ ഏറ്റവും ലോ ഫ്ലെയിമിലും വെച്ചിട്ട് ബേക്ക് ചെയ്യുക. ഏകദേശം ഒരു 35-40 മിനിറ്റൊക്കെ എന്തായാലും എടുക്കും. ഒരു 30 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾ പതുക്കെ തുറന്നു നോക്കുക, എന്നിട്ട് കുത്തി നോക്കുക. അപ്പോൾ വെന്തിട്ടില്ലെങ്കിൽ വീണ്ടും ഒരു 5 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യുക. അങ്ങനെ പിന്നെ തൊട്ട് ഇടയ്ക്കിടയ്ക്ക് നോക്കണം. ആദ്യം ഒരു 30 മിനിറ്റ് എന്തായാലും തുറക്കണ്ട. അങ്ങനെ തുറന്നു കഴിഞ്ഞാൽ കേക്ക് താഴ്ന്നു പോകും. പിന്നെ ആ കേക്ക് കാണാനായിട്ടൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കണം. നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാർ ഒരു 5-6 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് തണുപ്പിക്കുക. നമ്മുടെ ക്രീമും നല്ല തണുപ്പ് വേണം, എന്നാൽ നല്ല കട്ട പാടുമില്ല. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതിന് ഒരു 1/2 മണിക്കൂർ മുമ്പ് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ഫ്രിഡ്ജിൻ്റെ താഴത്തെ ഭാഗത്തേക്ക് എടുത്ത് വയ്ക്കുക. അപ്പോൾ വല്ലാത്ത കട്ടയൊക്കെ ഒന്ന് പോയി കിട്ടും. അങ്ങനെയുള്ള ഒരു 1/2 കപ്പ് ക്രീമാണ് ഞാനിപ്പോൾ ഈ മിക്സിയുടെ ജാറിലേക്ക് ഒഴിക്കുന്നത്. ഇതിന് കുറച്ചൊക്കെ മധുരം ഉണ്ടാവും, എന്നാലും നമ്മൾ കുറച്ചുകൂടി മധുരം ചേർക്കേണ്ടി വരും. ആദ്യം ഇത് ഒന്ന് അടിച്ചെടുത്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്രീമി ടെക്സ്ചറിലോട്ട് വരുമ്പോൾ നമുക്ക് കുറച്ച് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കണം. ഞാൻ ഈ ക്രീം ഒരു 2 മിനിറ്റ് ഒന്ന് അടിച്ചതാണ്, കണ്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കേണ്ടത്. നിങ്ങൾക്കൊരു 1/4 കപ്പ് ക്രീമൊക്കെ വേണ്ടി വരും. എൻ്റെ കയ്യിൽ കുറച്ച് ബീറ്റ് ചെയ്ത ക്രീം ഉണ്ട്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ 1/2 കപ്പ് മാത്രം എടുത്തത്. ഒരു 1/2 കപ്പിന് ഒരു 3 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയൊക്കെ മതിയാവും. ഇനി ഒരു 4-5 മിനിറ്റ് കൂടി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നിങ്ങൾക്കത് അടിക്കുമ്പോൾ മനസ്സിലാവും. ആദ്യം നല്ല ലൂസിലുള്ള ആ ക്രീം അടിക്കുന്ന സൗണ്ട് ആയിരിക്കില്ല. മിക്സി തിരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ടൈറ്റ് ആവുന്നതിനനുസരിച്ച് മിക്സിയുടെ സൗണ്ട് മാറും. അപ്പോൾ നിങ്ങളൊന്ന് തുറന്നു നോക്കിയാൽ മതി കേട്ടോ. മിക്സി നല്ല തണുപ്പുള്ളതായതുകൊണ്ടാണ് നമുക്കിങ്ങനെ കറക്റ്റായിട്ട് വിപ്പായിട്ട് വന്നത്. ക്രീം കണ്ടോ, നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ സ്പൂൺ ഇങ്ങനെ തിരിച്ച് പിടിക്കുമ്പോൾ നമ്മുടെ ക്രീം താഴോട്ട് വീഴില്ല. അതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു പാകം. ഇനി നമുക്ക് ഈ ക്രീം വെച്ചിട്ട് ഐസിംഗ് ഒക്കെ ചെയ്യാം. ഇപ്പോൾ ഞാൻ കേക്കിൻ്റെ ഒരു ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഷുഗർ സിറപ്പ് വെച്ച് നന്നായിട്ട് നനച്ച് കൊടുക്കുക. എന്നാലേ കേക്ക് നല്ല സോഫ്റ്റ് ആവുള്ളൂ. തുല്യ അളവിൽ പഞ്ചസാരയും വെള്ളവും കൂടി എടുത്തിട്ട് ഗ്യാസിൽ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. അപ്പോൾ അത് ഉരുകാൻ തുടങ്ങും. അങ്ങനെ നന്നായിട്ടൊന്ന് ഉരുകിയാൽ ഗ്യാസ് ഓഫ് ചെയ്യുക. എന്നിട്ട് നമുക്കത് തണുത്തിട്ടാണ് ഈ ഷുഗർ സിറപ്പായിട്ട് യൂസ് ചെയ്യണത്. അല്ലാതെ ഒരുപാട് നേരം തിളയ്ക്കൊന്നും വേണ്ട. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഉരുകി വന്നാൽ മാത്രം മതി. അപ്പോൾ അത് നന്നായിട്ട് നനച്ച് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് ക്രീം തേച്ച് കൊടുക്കാം. പിന്നെ അടുത്തൊരു ലെയർ കേക്ക് വയ്ക്കുക. അങ്ങനെ 3 ലെയറും വെച്ച് കൊടുക്കുക.
അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ളൊരു ക്രീം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഡെക്കറേഷൻസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീം മിക്സിയിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇനി ഡെക്കറേഷൻസിനെ കുറിച്ചൊക്കെ കൂടുതൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ഒരു അവസരത്തിൽ നമുക്ക് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ പറഞ്ഞാൽ ഒരുപാട് ലെങ്ത് ആവും ഈ വീഡിയോ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തീർത്തതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോനൊരു ലൈക്ക് തരിക. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും അതിന് നേരെയുള്ള ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ എനേബിൾ ആക്കാനും മറക്കരുത് കേട്ടോ. എന്നാലേ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻസൊക്കെ വരുള്ളൂ. പിന്നെ നമ്മുടെ പുതിയ ചാനലായിട്ടുള്ള പ്രാർത്ഥനാസ് വേൾഡും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി 1000 പുതുവത്സരാശംസകൾ നേരുന്നു. നല്ല സന്തോഷവും സമാധാനമൊക്കെ ഉള്ള ഒരു വർഷമാവട്ടെ. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നാളെ വരാം. എല്ലാവർക്കും നന്ദി.